السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا وأنت وسيلتنا أدركنا. حسبي ربي جل الله ما في قلبي غير الله، روح القلب ذكر الله لا إله إلا الله، لا إله إلا الله. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة والسلام على الرسول الشفيع الأبطحي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة ارتكبت على الخطا غير حسد وأعداد، لك أشكو فيه يا سيدي خير النبي، يا سيدي خير النبي، يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. رحم الراحماയ الملك الجبار يا الله، നിന്റെ ഫضل കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഷ്റഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മഞ്ചിയിലെ ഈ സുന്നി മഹൽ സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന ദീനീ സംരംഭങ്ങളുമായി ഖൈറാത്തുകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഈ മജ്ലിസിലുള്ള സയ്യിദുമാർ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സഹോദര സഹോദരിമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ,
സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ആജിലായ ശിഫ നൽകണം റഹ്മാൻ. ഇന്നും ബായാറിൽ വന്ന രോഗികളിൽ ക്യാൻസറിൻ്റെയും കിഡ്നിയുടെയും പ്രയാസം പറഞ്ഞ് വിഷമം പറഞ്ഞ് പ്രിയപ്പെട്ടവരുൾപ്പെടെ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അർഹമുർ-റഹീമായ അല്ലാഹ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിൻ്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ബഹുമാനപ്പെട്ട ഷേഖുന സുരുബൈൽ ഉസ്താദ് ഉൾപ്പെടെ എൻ്റെ അഭിവന്യ പിതാവ് വഫാത്തായത് റബീഉൽ അവ്വൽ 1 തിങ്കളാഴ്ചയാണ്. ഈ പരിശുദ്ധ മാസത്തിലാണ്. അർഹമുർ-റഹീമായ അല്ലാഹ്, മഹാനവറുകൾ ഉൾപ്പെടെ ദറജ ഉയർത്തണം അല്ലാഹ്. ദറജ ഉയർത്തണം അല്ലാഹ്. ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകൾ, ചെറുപ്പക്കാർ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. എനിക്ക് ഇത് കഴിഞ്ഞ് രാത്രി തന്നെ നാളെ ആലപ്പുഴയിൽ മദ്ഹൂർ റസൂൽ സമ്മേളനമുള്ളതുകൊണ്ട് അങ്ങോട്ട് എത്താനുള്ളതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് അടുത്ത ട്രെയിനിന് പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂടുതൽ സംസാരിക്കാതെ എപ്പോഴും നമ്മുടെ ഈ മഞ്ചിയിലെ ഈ സുന്നി മഹൽ സ്ഥാപനം ഈ നാടിൻ്റെ ഒരു അഭിമാന കേന്ദ്രമായി അള്ളാഹു വളർത്തി വലുതാക്കി തരട്ടെ. ഈ സ്ഥാപനത്തിലേക്ക് എപ്പോഴും അബൂബക്കർ ലത്തീഫി ഇവിടുത്തെ ഉസ്താദ് എപ്പോഴും എന്നെ ക്ഷണിക്കാറുണ്ട്. റബീഉൽ അവ്വലിലെ ഒരു പരിപാടിക്ക് സംബന്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ ഇന്നലെ കണ്ണൂരിലൊക്കെ ഉള്ള പരിപാടി കഴിഞ്ഞ് രാത്രിയാണ് ബായാറിലെത്തിയത്. മറ്റു സ്ഥലത്തൊക്കെ പോകാനുള്ളിടത്തൊക്കെ പെട്ടെന്ന് പോയി അവിടെയുള്ള ആളുകളെയും പെട്ടെന്ന് ഒഴിവാക്കി ബായാറിൽ ഇവിടെ നേരത്തെ വന്നത് നേരത്തെ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നും ഇന്നലെയുമായി കേരളത്തിലും കർണാടകയിലും വ്യാപകമായി ശക്തമായ മഴ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ മഴയൊന്നും വകവെക്കാതെ ചിലപ്പം പുറത്ത് വലിയ സ്റ്റേജൊക്കെ കെട്ടി അവിടെ ഒരു ഹബ്ബുർ റസൂൽ സമ്മേളനം നടത്തണം എന്നായിരിക്കും ഇവിടുത്തെ സംഘാടകർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മഴ കാരണം അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ ഈ പള്ളിയിൽ എല്ലാവരും ഇഅ്തികാഫിൻ്റെ നെയ്യത്തോടുകൂടി സഹോദരിമാർക്ക് പ്രത്യേകം അവിടെയുള്ള ഹോളിലും മറ്റുമൊക്കെ ഹാളിലൊക്കെ സൗകര്യപ്പെടുത്തി വളരെ പ്രൗഢമായ ഒരു മജ്ലിസാണ് ഈ സുന്നി മഹൽ. ഇതിൻ്റെ ഭാരവാഹികൾ ഇന്നിവിടെ റബീഉൽ അവ്വലിലെ ശ്രേഷ്ഠമായ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയിലെ ഈ മദ്ഹൂർ റസൂൽ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് അള്ളാഹു ഖബൂലാക്കി തരട്ടെ. ഈ മജ്ലിസിന് ഈ സ്ഥാപനത്തിനൊക്കെ
മുൻനിരയിലുള്ള ബഹുമാനപ്പെട്ട മഞ്ചി ഉസ്താദ് ഇവിടെ ഉണ്ട്. സുരുബയിൽ അശരിയ തഖാഫി ഇവിടെ ഉണ്ട്. മുഹമ്മദ് അലി തഖാഫി ഷെയ്ഖുന സുരുബയിൽ ഉസ്താദിൻ്റെ മകനാണ്. അശരിയ സ്ഥാപനത്തിലൊക്കെ വളരെ കാലങ്ങളായി നാമുമായി വലിയ ബന്ധമുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള സ്ഥാപനങ്ങളാണ് അതൊക്കെ. അങ്ങനെ അൽഹംദുലില്ലാ ആ സ്ഥാപനത്തിൻ്റെ കാര്യദർശിയും അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള ഓരോ ആളുകളും, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളെ മദനിയും മറ്റുള്ള പണ്ഡിതന്മാരും ഹാജിമാരും അബൂബക്കർ ലത്തീഫി, എൻമോർ ലത്തീഫി ഇവിടുത്തെ മുദരിസ് ഉസ്താദ് ഈ സ്ഥാപനത്തിൻ്റെ കാര്യദർശിയുമാണ്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നിൻ്റെ പ്രത്യേകമായ ഖബൂൽ നൽകി ആഫിയത്തുള്ള സൂര്യ തഖാഫി ഉൾപ്പെടെ. തഖാഫിയുടെ നിർബന്ധവും കൂടിയാണ് ഇന്നത്തെ ഈ മജ്ലിസിലെ ഈ നേരത്തെ തന്നെ ഇവിടെ എത്താനുള്ള കാരണവും കൂടി. അർഹമുർ-റഹീമായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാം പ്രത്യേകമായ ഖബൂൽ നൽകി ആഫിയത്തുള്ള ബറക്കത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ഹിഫ്ളുള്ള ഈമാനും ഇഖ്ലാസും തഖ്വയും വറഉം ഏറിയിട്ടുള്ള നിന്നോടും നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സർവ്വ സ്വാലിഹീങ്ങളോടുമുള്ള ഹബ്ബ് ഇഷ്ഖ് ഏറിയിട്ടുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം റഹ്മാനെ. അവിടത്തെ കൊണ്ട് ഞങ്ങളെ രണ്ട് ലോകവും നീ സലാമത്താക്കി തരണം അല്ലാഹ്. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ വർഷത്തെ റബീഉൽ അവ്വൽ മാസം വിശ്വാസി ലോകം അവിടുത്തെ 1500-ാം ജന്മദിനമായി വളരെ ആദരവോടെ വലിയ ആവേശത്തോടെ വലിയ ഈമാനോടെ ആഘോഷിക്കുകയാണ്. ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും സന്തോഷിക്കാൻ, മുഅ്മിനീങ്ങൾക്ക് ഇത്രയും സന്തോഷിക്കാൻ വേറെ ഒരു സമയം ഉണ്ടാവില്ല. കാരണം ഇസ്ലാമിൻ്റെ ഭരണഘടനയായ പരിശുദ്ധ ഖുർആൻ വലിയ ബഹുമാനമാണ്. ആ ഖുർആൻ ഓതുന്നതിന് വലിയ കൂലിയാണ്. ഇനി ഖുർആൻ ഓതാൻ അറിയാത്ത ആള് ഖുർആൻ പഠിക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പം ഇന്നത്തെ കാലമല്ലല്ലോ, പഴയ കാലം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഖുർആൻ ഓതാൻ അറിയാത്ത ഒരാള് വുളൂ എടുത്ത് അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് ഖുർആനോടുള്ള വലിയ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിൽ ഇങ്ങനെ നോക്കിയാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നോട്ടം വലിയ ഇബാദത്തായി സ്വീകരിക്കുകയും അതിന് വലിയ കൂലി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയും ചെയ്യും. ഖുർആനെ ആദരിക്കുക. നമ്മളെ ഇവരും സുരുബയിൽ ഖത്തീബ് മുഹമ്മദ് തഖാഫി, അല്ലാഹുവേ നമ്മളെ വലിയ മുഹിബാണ്. എല്ലാ സാഹസിലും ഉണ്ടാകുന്നുണ്ട്. പേര് പെട്ടെന്ന് ഇതില്ല എന്നുള്ളൂ. അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ അത് തൊടണമെങ്കിൽ വുളൂവാണ്. ഖുർആൻ നേരെ കാല് നീട്ടാൻ പറ്റില്ല. ചാരി ഇരുന്നു കൊണ്ടും അങ്ങനെ ഒരു അലസതയിലൊന്നും ഖുർആൻ ഓതരുത്. അതിന് ആ വലിയ ബഹുമാനത്തോടുകൂടെ ആ വലിയ ആദരവോടെ ഖുർആൻ
കാണുകയും അറിയുകയും ആ രൂപത്തിലാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അതെല്ലാം അതിൻ്റെ ആദാബുകളിൽപ്പെട്ടതാണ്. ഞാൻ ബയാൻ ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല, സമയത്തിൻ്റെ കുറവ് കാരണം 10 മണിയാകുമ്പോഴേക്കും അവസാനിപ്പിക്കും. എന്നാൽ അത്രയും വലിയ ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആൻ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അല്ലാഹു ഖുർആന്റെ ബഹുമാനം പറഞ്ഞതാണ്. ഖുർആൻ അള്ളാഹു അവതരിച്ചു, അതിൻ്റെ സംരക്ഷണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്തു. ഖുർആൻ വരുന്നതിൻ്റെ മുമ്പ് മറ്റ് പല കിതാബുകളും പൂർവികരായ അമ്പിയാക്കൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയിട്ടുണ്ട്. ധാരാളം സുഹഫുകൾ, ഏടുകളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അവതരിക്കലോടുകൂടെ സർവ കിതാബുകളും ഏടുകളും അത് മൻസൂഖാകുകയാണ്, അത് നിലനിന്നിട്ടില്ല. ആ ഖുർആൻ അവതരിച്ചത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് വിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് നാം ഖുർആൻ അവതരിച്ചത് എന്ന് സൂറത്തുൽ ഖദറിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആ ഖദറിന്റെ രാത്രിയിൽ ഖുർആൻ അവതരിച്ചത് കാരണം ആ രാത്രിക്ക് മാത്രമല്ല, ആ രാത്രിക്ക് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ മഹത്വമുണ്ട്. പക്ഷേ ആ രാത്രിക്ക് മാത്രമല്ല, ആ ദിവസത്തിന് മാത്രമല്ല, അതിൻ്റെ മുമ്പും ശേഷമുള്ള ദിവസത്തിന് മാത്രമല്ല, ആ മാസത്തിന് മുഴുവനും വലിയ ബഹുമാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി. അത് ഖുർആൻ അല്ലാഹു നൽകിയ വലിയ ആദരവാണ്. അതോടുകൂടി ഖുർആൻ അവതരിച്ച മാസമായതിനാൽ, റമളാനായതിനാൽ, ആ റമളാന്റെ തൊട്ട് മുമ്പുള്ള 2 മാസങ്ങൾക്കും അള്ളാഹു വലിയ ബറകാത്തുകൾ അള്ളാഹു ചൊരിഞ്ഞു കൊടുത്തു. റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റജബ്, ആ റജബിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞത് റജബുൻ ഷഹറുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. വ ശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. വ റമളാനു ഷഹറു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. ഇത്രയും വലിയ ബഹുമാനങ്ങളൊക്കെ ഈ മാസങ്ങൾക്ക് ലഭ്യമാകാൻ പരിശുദ്ധ ഖുർആൻ റമളാനിലെ ഖദറിന്റെ രാത്രിയിൽ അവതരിച്ചു എന്നതുകൊണ്ട് ഈ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും വലിയ ബഹുമാനം ലഭ്യമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ കൂടുതൽ പറഞ്ഞു, ഇനിയിപ്പോൾ ആകെ ഒരു 3/4 മണിക്കൂറുള്ളൂ. അപ്പോൾ ഞാനും വേറെ സംസാരത്തിലൊന്നും പോരുത് പെട്ടെന്ന്. അപ്പോൾ നാം മനസ്സിലാക്കണം, അത്രയും വലിയ ശ്രേഷ്ഠമായ ഖുർആൻ അവതരിച്ചത് കൊണ്ട് ഇത്രയും വലിയ ബഹുമാനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ ആർക്കാണ് അല്ലാഹു നൽകിയത്? അവിടെയാണ് പോയിന്റ്. വ അൻസൽനാ ഇലൈക ദിക്റ, നബിയെ തങ്ങൾക്ക് നാം ഖുർആൻ ഇറക്കിയിരിക്കുന്നു, അവതരിച്ചിരിക്കുന്നു. പരിശുദ്ധരായ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഖുർആൻ അല്ലാഹു അവതരിച്ചു കൊടുത്തത്. അപ്പോൾ തങ്ങളെ ബഹുമാനം എത്ര വലുതാണ്! ഖദറിന്റെ രാത്രിയിൽ ഖുർആൻ അവതരിച്ചത് കൊണ്ട് ആ രാത്രിക്കും ആ മാസത്തിനും തൊട്ടു മുമ്പുള്ള മാസങ്ങൾക്കും ഒക്കെ വലിയ ആദരവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയെന്ന് മാത്രമല്ല, ആ സമയങ്ങൾക്കൊക്കെ ഉള്ള ഇബാദത്തുകൾക്ക് വലിയ ശ്രേഷ്ഠതയാണ്, ആ ദുആകൾക്ക് വലിയ ഇജാബത്താണ്, വലിയ വലിയ മഹാ ഫളായിലുകളാണ് അല്ലാഹു, ശ്രേഷ്ഠതകളാണ് അല്ലാഹു ആ സമയങ്ങൾക്കൊക്കെ നൽകിയത്. അപ്പോൾ അത്രയും പോരിശയാക്കപ്പെട്ട ഖുർആൻ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുമ്പോൾ തങ്ങളെ ബഹുമാനം എത്രമാത്രം വലുതാണ്. വകാന ഫളലുല്ലാഹി അലൈക അളീമാ,
വലിയ സ്ഥാനത്തിൻ്റെ ഉടമയാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട്, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം. അപ്പൊ റബീഉൽ അവ്വലിന് ബഹുമാനമില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? വലിയ ബഹുമാനമുണ്ട് ഈ മാസത്തിന്, വലിയ മഹത്വമുണ്ട്. എന്താണത്? അത് തങ്ങളുമായി ബന്ധപ്പെട്ടതിനാൽ ഖുർആന് ബഹുമാനം ലഭ്യമായി. തങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഉമ്മുൽ ഖുറ എന്ന് അവിടുന്ന് ജന്മം സംഭവിച്ച നാടിന്, പരിശുദ്ധ മക്കൾക്ക് വലിയ ബഹുമാനം മക്കൾക്ക് ലഭിച്ചത്. തങ്ങളെ പ്രസവം നടന്ന തങ്ങളെ ജന്മനാടാണ്. മദീനക്ക് വലിയ ബഹുമാനാണ്. എന്തേ കാരണം? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വിശ്രമിക്കുകയാണ്. തങ്ങളെ ഭാര്യമാർക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീന് വലിയ ബഹുമാനാണ്. അത് തങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. തങ്ങളെ മക്കൾക്ക്, അഹ്ലു ബൈത്തിന്, പേരമക്കൾക്ക് എല്ലാം വലിയ ബഹുമാനമാണ്. സയ്യിദന്മാർക്ക് അത് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. തങ്ങളുമായി ബന്ധപ്പെട്ട മസ്ജിദുകൾ, അതിന് വലിയ ബഹുമാനമാണ്. അത് തങ്ങളുമായി ബന്ധമുള്ളത് കൊണ്ടാണ് അത്രയും വലിയ ആദരവ്. മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, അങ്ങനെയുള്ള ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, പൂർവികരായ അമ്പിയാക്കൾക്കൊക്കെ മെഹറാജിന്റെ രാത്രി റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിസ്കരിച്ച പള്ളിയാണ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്. ലോകത്ത് ശ്രേഷ്ഠമായ പള്ളികൾ തങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. തങ്ങളുടെ അനന്തര സ്വത്തായ ഇൽമിന്റെ അഹ്ലുകാരായ ഉലമാഇന്, ആലിമീങ്ങൾക്ക് അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി, തങ്ങളിലേക്ക് ചേർന്നുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എന്തെല്ലാം വിഷയങ്ങൾക്ക് ബന്ധമുണ്ട്, ചേർച്ചയുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ബഹുമാനവും വലിയ സ്ഥാനവും വലിയ സ്നേഹവും നൽകി. നമുക്കറിയാം, ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് ഹൗദുൽ കൗസർ, മാഉ സംസം അല്ലേ? മാഉ സംസം വലിയ ബഹുമാനാണ്. നമ്മളെല്ലാവരും സംസം കുടിക്കാത്തവരും ആരും പോയി സസൽ ഉണ്ടാവില്ല. ഹൗദുൽ കൗസറിന് വലിയ ബഹുമാനാണ്. പക്ഷേ ഹൗദുൽ കൗസറിനേക്കാളും സംസമിനേക്കാളൊക്കെ ബഹുമാനമുള്ള ഒരു വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ പേരാണ് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈവിരലുകൾക്കിടയിൽ നിന്ന് ഉറവെടുത്ത വെള്ളം. ആ വെള്ളമാണ് വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. അത് തങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. എന്നാൽ ആ തങ്ങളുമായി ബന്ധപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ചയിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മറുപടി നൽകിയത് ഫീഹി വുലിത്തു, ആ ദിവസമാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്. തിങ്കളാഴ്ചക്ക് വലിയ ബഹുമാനമാണ്. തങ്ങൾ ജനിച്ച സമയത്തിന് വലിയ ബഹുമാനമാണ്. തങ്ങൾ ജനിച്ച മാസത്തിന് വലിയ ബഹുമാനമാണ്. ബുദ്ധിയുള്ളവർക്ക്, ഈമാനുള്ള ആളുകൾക്ക് ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ തങ്ങളെ കൊണ്ട് സന്തോഷം, ആ തങ്ങളെ ജന്മമാസത്തിൽ സന്തോഷിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈമാൻ നമുക്ക് കുറഞ്ഞുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങളോട് പറയാൻ വേണ്ടി കൽപ്പിച്ചതാണല്ലോ. അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം, സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആരാണ് റഹ്മത്ത്? ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് സർവ്വസത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. അപ്പോൾ ആ റഹ്മത്ത് ആരാണ്? ബിറഹ്മതിഹി എന്ന് ഖുർആൻ പറഞ്ഞ റഹ്മത്ത് ആരാണ്? ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തിന്റെ കേദാരം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ
ഖുർആന്റെ വലിയ ആഹ്വാനമാണ്. ഇനി നിങ്ങൾ നോക്കി, ഇവിടെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ, അൽഫിയൊക്കെ ഓതിയ കുട്ടികൾ, അൽഫിയ ഖാല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി, ബാക്കി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി മുസല്ലിയൻ ലർറസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ. അൽഫിയൽ 1000ാമത്തെ പദ്യത വആലിഹിൽ ഉർരിൽ കിറാമിൽ ബററ വസുഹ്ബിഹിൽ മുൻതഖിബീനൽ ഖയ്യറാ. അല്ലേ? നഹ്വ് ഓതിയ കുട്ടികൾക്ക് അറിയാം. ഹുബ്ബ് എന്ന് പറയുന്ന ആ കലിമത്ത്, അതിൽ 2 ഹർഫാണുള്ളത്. ആദ്യത്തെ ഹർഫ് ഏതാ മോനെ? ഹുബ്ബിൽ ആദ്യത്തെ ഹർഫ് ഏതാ? ഹൽക്കിന്റെ ഹർഫ. ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹ. അല്ലേ? സഞ്ചാരത്തിന് കുട്ടികളില്ലേ? ഹൽക്കിന്റെ ഹർഫ്. ബാ ശഫത്തിന്റെ ഹർഫ, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫാണ് ബാ. അബ് അബ് ബാ. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നാ പോരാ. ഞങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന്, ഞങ്ങൾ റബീഉൽ അവ്വലിനോട് ബഹുമാനാണ്, മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. ആ ഉള്ളിലെ സ്നേഹം ശഫത്ത് നാവിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് പ്രവഹിച്ചോളണം എന്ന് ഈ ഹുബ്ബ് എന്ന് പറയുന്ന കലിമത്ത് തന്നെ അറിയിക്കുന്നു. അപ്പൊ ആ സന്തോഷ പ്രകടനമാണ് റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ വിശ്വാസി ജനങ്ങൾ എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം മൗലിദ് കൊണ്ട്, മദ്ഹുകൾ കൊണ്ട്, ഹുബ്ബുർ റസൂൽ സമ്മേളനം, മീലാദ് കോൺഫറൻസ്, ഘോഷയാത്രകൾ, അലങ്കാരങ്ങൾ, തോരണങ്ങൾ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പള്ളികളും സ്ഥാപനങ്ങളും മദ്രസകളൊക്കെ ഈ റബീഉൽ അവ്വലിന്റെ ആ രാത്രി തുടക്കം മുതൽ, മാസം പിറവി അറിഞ്ഞു എന്നത് മുതൽ എല്ലാ പള്ളികളും തോരണങ്ങൾ തൂങ്ങി, അലങ്കാരങ്ങൾ. വലിയ സന്തോഷമാണ്. പള്ളികളിലും മദ്രസകളിലും വീടുകളിലും എല്ലാം മൗലിദാണ്. വലിയ സന്തോഷമാണ്. കാരണം മുഅ്മിനീങ്ങൾക്ക് ഇത്രയും സന്തോഷിക്കാൻ, സന്തോഷം പ്രകടിപ്പിക്കാൻ, ഇത്രയും ആഘോഷിക്കാൻ പറ്റിയ മറ്റൊരു സമയം ഏതാണ്? തങ്ങളെ കൊണ്ട് സന്തോഷിക്കലല്ലേ. കാരണം ഈ പരിശുദ്ധ റമദാനും ഖുർആനും ഈ കഅബയും ലോകം മുഴുവനും സംഭവിക്കാൻ ആരാണ്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ആ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മുഅ്മിനീങ്ങൾ പിന്നെ ആരെ കൊണ്ടാണ് സന്തോഷിക്കുക? നമ്മളൊരു കല്യാണം, വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ എത്ര സന്തോഷിക്കും, എത്ര ആഘോഷമാക്കിയത് നടത്തും ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് പറയാനുള്ളത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വശരീരത്തെക്കാൾ, സ്വന്തത്തെക്കാൾ, സ്വയം നഫ്സിനേക്കാൾ ഏറ്റവും അഹക്കായവരാണ്. ഉമ്മനെക്കാളും ബാപ്പനെക്കാളും സർവരെക്കാളും ഏറ്റവും അഹക്കായവരാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് സൈനുദ്ദീൻ മഖ്തൂം റഹിമഹുല്ലാഹ് പറഞ്ഞത് മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ, അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വൽഹബീബിൽ അറബി. ഓ നബിയേ, തങ്ങൾ ഉമ്മയാണോ അല്ല ബാപ്പയാണോ? ഒരു ഉമ്മയിലും ബാപ്പയിലും തങ്ങളെപ്പോലെ ഒരു വാത്സല്യം, ഒരു റഹ്മത്ത് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അത്രയും വലിയ റഹ്മത്തിന്റെ കേദാരമാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയാണ്, സ്വഹാബത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിനെ വലിയ നിലക്ക് സ്നേഹിക്കുന്നു എന്ന വാദവുമായി അവർ രംഗത്ത് വന്നപ്പോൾ
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ, തങ്ങൾ സമൂഹത്തോട് പറയണം. എന്താണ് പറയേണ്ടത്? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? എന്നാൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരണം. എങ്കിലേ ഒരാളെ പിന്തുടരണമെങ്കിൽ അവരോട് മഹബത്തില്ലാതെ പിന്തുടരാൻ കഴിയുമോ? അങ്ങനെ തങ്ങളെ ഇത്തിബാഅ് ചെയ്തെങ്കിലേ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ. അപ്പം അല്ലാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ, അല്ലാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചേ പറ്റൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ സ്നേഹിക്കാതെ അല്ലാഹുവിൻ്റെ സ്നേഹം അവർക്ക് ലഭ്യമല്ല. അവർക്ക് അല്ലാഹുവിനെ സ്നേഹിക്കാനും സാധ്യമേ അല്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇനി അല്ലാഹ് നമ്മളെ സ്നേഹിച്ചാലുള്ള ഗുണം എന്താണ്? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും. അപ്പൊ നിങ്ങൾ നോക്കി, മഹബത്തിന്റെ മദ്ഹിന്റെ സദസ്സ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിച്ചാൽ അല്ലാഹുവിന്റെ സ്നേഹം കിട്ടും. ആ സ്നേഹം കിട്ടിയാൽ ദോഷം പുറത്തു കിട്ടും നമ്മളെ. അപ്പൊ മൗലിദിന്റെ സദസ്സ്, മഹബത്തിന്റെ സദസ്സ്, ഇതുപോലുള്ള സദസ്സ് ഒക്കെ ദോഷങ്ങൾ പൊറുക്കുന്ന മജ്ലിസാണ്. അല്ലാഹു അവൻ്റെ റഹ്മത്തുകൾ, ബറകാത്തുകൾ ധാരാളം ചൊരിത് നൽകുന്ന സദസ്സുകളാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അവൻ ധാരാളം ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു മാനവികതയാണല്ലോ, നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിലും നീ ഇപ്പുറത്തെ വീട്ടിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിൽ അയൽവാസി അപ്പുറത്ത് പട്ടിണി കിടക്കുന്നു. അവൻ അമുസ്ലിമാണെങ്കിൽ പോലും ഇപ്പുറത്തെ വീട്ടിൽ വെച്ച് നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ നീ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നൽകിയ മാനവികത അവിടെന്ന് പറഞ്ഞു. ഇർഹമൂ മിൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളോടും റഹ്മത്ത് ചെയ്യണം. സർവർക്കും റഹ്മത്ത് ചെയ്യാൻ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റഹ്മത്തിന്റെ കേദാരമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാൾക്ക് മുഅ്മിനായി ജീവിക്കാനും മുഅ്മിനായി മരിക്കാനും പറ്റില്ല. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളും കൂടെ നടന്നു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തങ്ങളെയാണ്. അപ്പൊ തങ്ങൾ എന്താ പറഞ്ഞത്? ഉമറേ, നിങ്ങളുടെ ഈമാൻ പരിപൂർണമായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ തങ്ങളോട് പറഞ്ഞു, എന്നാൽ നബിയെ, എൻ്റെ നഫ്സിനേക്കാൾ അടക്കം മറ്റെല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഖാൽ അൽആൻ യാ ഉമർ, ഇപ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായ മുഅ്മിനായത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാമല്ലോ നമുക്ക്. ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിൽ അബൂലുലത്തിന്റെ കുന്തം കൊണ്ട് കുത്ത് കിട്ടിയിട്ട് ഒരു ഭാഗത്ത് കിടന്ന് പടക്കുകയാണ്. ഞാൻ താരീഖ് പറയല്ല, ഇപ്പൊ നിർത്തും. സക്കറാത്തിന്റെ സമയമാണ്. എന്താണ്? മകനെ വിളിച്ച് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറഞ്ഞു, യാ അബ്ദുള്ള,
ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അവിടേക്ക് എത്തണം പെട്ടെന്ന്. എന്നിട്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കണം, എൻ്റെ ബാപ്പ അമീറുൽ മുഅ്മിനീൻ എന്ന് പറയരുത്, ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാണ്, റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരെ എൻ്റെ ശ്വാസം അടങ്ങിയാൽ എൻ്റെ ജനാസ അടക്കം ചെയ്യാൻ ആയിഷ ബീവിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമായിരിക്കും അത് റളിയല്ലാഹു അൻഹ. എന്നാലും എനിക്ക് അവിടെ ഒരു ചാൻസ് കിട്ടുമോ എൻ്റെ മുത്തുനബിൻ്റെ ചാരെ, എനിക്കൊന്ന് അന്ത്യവിശ്രമം കൊള്ളാൻ എനിക്ക് അവിടെ ചാൻസ് കിട്ടുമോ, എനിക്ക് സ്ഥലം അനുവദിച്ചു തരുമോ എന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ അവിടെ ആയിഷ ബീവി സമ്മതിച്ചിട്ടില്ല എങ്കിൽ എന്നെ ജന്നത്തുൽ ബഖയിൽ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ജന്നത്തുൽ ബഖയിൽ എന്നെ മറവ് ചെയ്യണം എന്ന നിലക്ക് മകനോട് വസിയത്തായി പറഞ്ഞ ആയിഷ ബീവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഓടി ആയിഷ ബീവിയുടെ സമീപത്തെത്തി. ഈ വിഷയം പറഞ്ഞപ്പോൾ ആയിഷ ഉമ്മയും ഈ വാർത്ത അറിഞ്ഞ് വലിയ വേദനയിലാണ്. അമീറുൽ മുഅ്മിനീൻ കുത്തുകൊണ്ടിട്ട് സക്കറാത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എന്ന നിലക്ക് ആയിഷ ഉമ്മയും വേദനയോടെ ആ കാര്യം അറിഞ്ഞ് എന്താണ് ഇങ്ങോട്ട് വന്നതിൻ്റെ താല്പര്യം വിഷയം എന്താണെന്ന് അറിഞ്ഞപ്പോൾ ആയിഷ ബീവി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ അബ്ദുല്ലാ, ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമാണ്. എൻ്റെ വഫാത്ത് സംഭവിച്ചാൽ എൻ്റെ ഭർത്താവും കൂടിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരെ ഒരു അപ്പുറത്തുള്ളത് ഒന്ന് എൻ്റെ പിതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ എനിക്കുള്ള സ്ഥലം പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ സ്വന്തത്തിനേക്കാളും ഏറെയായി ഞാൻ വലിയ ആദരവോടെ കാണുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയതുകൊണ്ട് അവിടെ ദഫൻ ചെയ്യാൻ വേണ്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷ വാർത്തയുമായി സക്കറാത്തിൻ്റെ ഹാലിലുള്ള ബാപ്പയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് മകൻ ഓടിയെത്തിയപ്പോൾ മകൻ്റെ മുഖത്ത് നിന്ന് തന്നെ സന്തോഷം വായിച്ചെടുത്ത ഉമർ റളിയല്ലാഹു അൻഹു തല ഉയർത്തിങ്ങനെ നോക്കുമ്പോൾ ബാപ്പാനോട് വന്ന് പറഞ്ഞത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സമ്മതിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരെ അവിടുത്തെ ദഫന് ചെയ്യാൻ വേണ്ടി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം, ഒരു ക്ഷീണവുമില്ല, ഒരു തളർച്ചയില്ല, ദാഹവുമില്ല, ഒരു വേദനയുമില്ല. അവർക്ക് അത്രയും വലിയ സന്തോഷം മറ്റൊരു സമയം കണ്ടിട്ടില്ല. അങ്ങനത്തെ സന്തോഷം. അവിടുന്ന് ഷഹീദായി വഫാത്ത് സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരയായി അവിടുന്ന് ഇന്നും മദീനയിലെ റൗളയിൽ വിശ്രമിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ജീവിതകാലത്തെന്ന് മാത്രമല്ല, വഫാത്ത് സംഭവിച്ചാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അവിടുത്തെ ജിവാറിൽ ചാര എനിക്കൊരു ചാൻസ് കിട്ടിയാൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. സ്വഹാബത്ത് മുഴുവനും അത് മനസ്സിലാക്കി. അവരുടെ ആ സ്നേഹം, അവരുടെ ആ ബന്ധം, അവരുടെ ആദരവ്. കിതാബുൽ ഈമാനിൽ അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സർവ്വ വിശ്വാസികളും ഒരുപോലെ ആദരിക്കുന്ന ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഒരു വലിയ ഇഷ്ഖിന്റെ ഹുബ്ബിന്റെ ഹദീസാണ്. ഹുബ്ബിന്റെ ആയത്താണ് ഇപ്പം നമ്മൾ ഓതിയത്. ഏത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. അത് ഹുബ്ബിന്റെ ആയത്തുൽ മഹബ്ബ എന്ന ആയത്തിന് പേരുണ്ട്. അതുപോലെ ഹുബ്ബിന്റെ ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനാകുന്നില്ല, നിങ്ങളുടെ ഈമാന് പൂർണ്ണത വരുന്നില്ല, എത്രത്തോളം നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളെ മാതാപിതാക്കൾ ഉൾപ്പെടെ സ്വന്തം ശരീരത്തെക്കാളും നിങ്ങളെ മാതാപിതാക്കളെക്കാളും സർവരെക്കാളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും മുഅ്മിനാകുന്നില്ല. ഈമാന് പരിപൂർണതയില്ല. അതറിഞ്ഞ മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും തങ്ങളെ എങ്ങനെ സ്നേഹിച്ചു? സ്വന്തത്തെക്കാളേറെ. അവിടത്തോട് സ്വഹാബത്ത് പറഞ്ഞ വാചകം തന്നെ, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഞങ്ങൾ സർവസ്വവും, ഞങ്ങളെ തന്നെ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു.
തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠർ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ കൽബറിഞ്ഞ് സ്നേഹിച്ചുപോയി, പരിധിയില്ലാതെ ഇഷ്ക് വെച്ചുപോയി. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഫ്ളലുൽ ഖൽഖി ബഅദൽ അംബിയാ, അംബിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ദറജയും വലിയ സ്വീകാര്യതയും കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അറിയാലോ, സ്വന്തത്തെക്കാളുപരി സ്വന്തം കാലിൽ ശത്രുക്കളെ കൊള്ള മറിഞ്ഞിരിക്കുമ്പോൾ അടച്ചുപിടിച്ച ദ്വാരത്തിൽ നിന്ന് പാമ്പ് വന്ന് കൊത്തിയിട്ട്, ശക്തമായ വിഷപ്പാമ്പ് വന്ന് കൊത്തിയിട്ടും അതാ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളെ കൊള്ള മറിഞ്ഞ് രാപ്പകലിങ്ങനെ നടന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശരായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് വിശ്രമിക്കുമ്പോൾ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്രമത്തിന് ഭംഗം വരുവോ എന്ന് കരുതി പാമ്പ് ആഞ്ഞാഞ്ഞ് കൊത്തുമ്പോഴും കാലനക്കുന്നില്ല. ശരീരം അനക്കിയാൽ തങ്ങളെ ഉറക്കിന്, അതാ തങ്ങളെ റെസ്റ്റ് എടുക്കുന്നതിന് പ്രയാസം വരും എന്ന് മനസ്സിലാക്കി അനക്കാതെ കാല് വെച്ചു. അവസാനം വിഷം തീണ്ടി ഒരു വല്ലാത്ത അവസ്ഥയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പറയൽ വന്നു. അവിടത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ദാടിയിലൂടെ ഇലാ വജ്ഹി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് എത്തിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കാണ്, മാദാ യുബ്കീക യാ അബൂബക്കർ, എന്തിനാണ് കരയുന്നത് സിദ്ദീഖേ? ഇവിടെ കരയേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു നബിയെ, എൻ്റെ കാലിൽ പാമ്പ് കൊത്തുന്നുണ്ട് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അവിടുത്തെ മറുപടി അഫ്വൻ യാ റസൂലല്ലാഹ്, അഫ്വൻ യാ റസൂലല്ലാഹ്, എന്നോട് ക്ഷമിക്കണേ നബിയേ. അവിടുത്തെ ഉറക്കിന് ഭംഗം വന്നോ, റെസ്റ്റ് എടുക്കുന്നതിന് പ്രയാസം വന്നോ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിലും എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെസ്റ്റ് എടുക്കുന്നതിന് പ്രയാസം വന്നാൽ എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും വലിയ ഹബ്ബനാൽ അഷ്ഖനാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബ് നിറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു എത്ര വലിയ സ്ഥാനമാണ് നൽകിയത്. തൂക്ക് കയറിൽ, അതാ കൊലക്കയറിൽ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്ന സമയവും അവസാനം നിന്നെ തൂക്കുമരത്തിൽ നിന്ന്, തൂക്ക് കയറിൽ നിന്ന് രക്ഷപ്പെടുത്താം, നിന്നെ ഈ കൊല്ലുന്നതിന് പകരം ഈ സ്ഥാനത്ത് നിന്റെ മുഹമ്മദാണ്, നേതാവായ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നീ ഒന്ന് സമ്മതിച്ചാൽ മതി എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴും ഹുബൈബ് തങ്ങളുടെ മറുപടി, ഇല്ല ഇല്ല, എന്നെ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടാലും എൻ്റെ ജീവൻ ശേഷിക്കുന്ന സമയം എൻ്റെ നേതാവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ ഒരു ചെറിയ മുള്ള് തറക്കുന്നത് പോലും ഈ പാവപ്പെട്ട ഹുബൈബിന് ചിന്തിക്കാൻ വയ്യ, എനിക്കത് ആലോചിക്കാൻ പറ്റില്ല. അത്രയും വലിയ സ്നേഹമായിരുന്നു സ്വഹാബത്തിന്. ആ സ്വഹാബത്തിന്റെ ഹബ്ബനാൽ അഷ്ഖനാൽ അവരെ ഖൽബ് നിറഞ്ഞപ്പോൾ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ദറജ നൽകി, വലിയ ഖബൂൽ നൽകി. അതാണ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞത്, അസ്ഹാബി കന്നുജൂം ഫബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്,
അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ നേർവഴിയിലെത്തും. ആ സ്വഹാബത്തിന് തങ്ങളോടുള്ള ഹബ്ബനാൽ ഇഷ്ഖനാൽ ഖൽബ് നിറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സ്വീകാര്യതയും ദറജയും നൽകി. പരിശുദ്ധ ഖുർആൻ ആ സ്വഹാബത്തിന്റെ ബഹുമാനം പറഞ്ഞു. ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ അന്നാസാകുന്ന സ്വഹാബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണേ. സ്വഹാബത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണലായിരുന്നു, തങ്ങളുമായി ബന്ധപ്പെടലായിരുന്നു, തങ്ങളെ മദ്ഹ് പറയലായിരുന്നു. കഅന്ന ശംസ തദൂറു ഫീ വജ്ഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം നോക്കിയാൽ പിന്നെ ടെൻഷനില്ല, ജീവിതത്തിൽ ടെൻഷനില്ല, വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല. അതുകൊണ്ടാണല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസമതാ ഒരു വല്ലാതെ ക്ഷീണിച്ച അവശരായി തളർന്നുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലെത്തിയപ്പോൾ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ സൗബാൻ, എന്ത് പറ്റി സൗബാനെ? വല്ലാതെ ക്ഷീണിച്ചിട്ട് പോയല്ലോ, വല്ലാതെ തളർന്നു പോയല്ലോ, വല്ല അസുഖവും പിടിപെട്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയെ, എനിക്ക് കാര്യമായ അസുഖമൊന്നുമില്ല, പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ അസുഖം എന്താണ്? എനിക്ക് തങ്ങളെ കാണാത്തതാണ് എൻ്റെ അസുഖം. ദുനിയാവിൽ ഞാൻ തങ്ങളിൽ നിന്ന് കുറച്ച് മറഞ്ഞു നിൽക്കുമ്പോഴേക്ക് ഞാനാകെ തളർന്നു പോവുകയാണ്, ഞാൻ വല്ലാതെ വിഷമിച്ചു പോവുകയാണ്. ആ സമയം ഞാൻ ഓർക്കുകയാണ്, ദുനിയാവിൽ എനിക്കങ്ങനെ ചെറിയൊരു സമയം തങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത. എനിക്കങ്ങനെ അസ്വസ്ഥതയുണ്ടെങ്കിലും ഓടി വന്ന് തങ്ങളെ ഹദറത്തിലേക്ക് എനിക്ക് പാഞ്ഞു വരാൻ പറ്റും. പക്ഷേ ഞാൻ ആഖിറത്തിലെത്തിയാൽ തങ്ങൾ സ്വർഗത്തിൽ അതാ വലിയ ഉന്നതമായ സ്ഥാനത്തായിരിക്കും. ഈ പാവപ്പെട്ട സൗബാനിന് സ്വർഗത്തിലുണ്ടെങ്കിൽ തന്നെ അവരുടെ താഴ്മയുടെ വാക്കാണ്, സ്വർഗത്തിലുണ്ടെങ്കിൽ തന്നെ ഞാൻ എത്രയോ തങ്ങളുമായി വിദൂരത്തായിരിക്കും. എനിക്കെൻ്റെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, ആഖിറത്തിൽ എനിക്ക് കാണാൻ, സ്വർഗത്തിൽ വെച്ച് കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കതിന് പറ്റുമോ എന്ന ചിന്തയിൽ രാപ്പകലില്ലാതെ ആ ചിന്ത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. എനിക്ക് ഭക്ഷണവും വേണ്ട, ഉറക്കവുമില്ല, ഞാൻ ഈ കോലത്തിലായി പോയി. നബിയേ, കൊച്ചുകുട്ടിയെപ്പോലെ സൗബാൻ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ കരയാൻ തുടങ്ങിയപ്പോൾ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെടുന്നവർ ആരാണ്? അല്ലാഹുവിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെടുന്നവരാരാണ്? ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹ്, അല്ലാഹ് കൂട്ടക്കാര്, അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിതു കൊടുത്ത അംബിയാക്കൾ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണല്ലോ. സ്വഹാബത്തിന് മുഴുവനും വലിയ ആശ്വാസമായി.
തങ്ങളെ സ്നേഹിച്ച് ആദരിച്ച് അവിടുത്തെ മദ്ഹിലായി മഹബത്തിലായി മാത്രം കഴിഞ്ഞുകൂടിയ സ്വഹാബത്തിലെ ജീവിതത്തിലെ സ്വഹാബത്തിന്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം തങ്ങളെ കാണലാണ്, തങ്ങളെ മദ്ഹ് പറയലാണ്. സ്വഹാബത്തിന് തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ തീരില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പദ്യങ്ങൾ ഇങ്ങനെ ചൊല്ലിപ്പോഴും റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഒരു മിമ്പർ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് തങ്ങളെ മദ്ഹ് പറയാൻ ഒരുക്കി കൊടുത്തു. അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ്. അതാ ഹസ്സാൻ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നീ ശക്തിപ്പെടുത്തണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വഹാബത്തിന്റെ ജീവിതകാലം മുഴുവനും തങ്ങളെ കാണലും തങ്ങളെ സ്നേഹിക്കലും തങ്ങളെ മദ്ഹ് പറയലും മാത്രം ാണ്. ആ തങ്ങളെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എന്നെ സ്നേഹിച്ചോ അവരെൻ്റെ കൂടെ സ്വർഗത്തിലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും ആദരിക്കാനും പറ്റിയ ഈ ശ്രേഷ്ഠം അത് ജീവിതകാലം മുഴുവനും വേണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം തങ്ങളുമായി ബന്ധപ്പെട്ട മാസമായതിനാൽ മൗലിദ് കൊണ്ട്, മദ്ഹ് കൊണ്ട്, മഹബത്ത് കൊണ്ട്, മീലാദ് ഘോഷയാത്രകൾ, മൗലിദിന്റെ സദസ്സുകൾ, അങ്ങനെയുള്ള എല്ലാ മഹബത്തിന്റെ മദ്ഹിന്റെ സദസ്സുകളൊക്കെ നാം സംഘടിപ്പിക്കുകയും അതൊക്കെ നാം വലിയ നിലക്ക് ആ സന്തോഷം പ്രകടിപ്പിക്കുകയും റബീഉൽ അവ്വൽ മാസത്തിൽ എല്ലാവരും സന്തോഷത്തോടെ അത്തരം പ്രകടനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരൊറ്റ ദിവസവും ഒരു ഹദീസെങ്കിലും മൗലിദ് ഓതാതെ നാം കിടന്നുറങ്ങരുത്. മൗലിദ് ഓതുന്ന വീട്ടില്, വീട്ടുകാരില്, വ്യക്തികളില്, സ്ഥാപനത്തില്, മസ്ജിദില്, ആ മജ്ലിസിലൊക്കെ അള്ളാഹു വലിയ ബറക്കാത്തുകളും ഖൈറാത്തുകളും അള്ളാഹു അവിടെ ഇറക്കുകയും അത് കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് കാരണം അള്ളാഹു രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ കടങ്ങൾ വീട്ടിത്തരുകയും അങ്ങനെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ സലാമത്ത് തങ്ങളെ സ്നേഹിച്ച ആളുകൾ അവര് ശ്വാസം മരിക്കുന്ന സമയം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ആ മദ്ഹ് മഹബത്ത് അത് കാരണമാകും. തങ്ങളുടെ മുഹിബ്ബ് ഖബറിലെത്തിയാലും മലായികത്ത് തങ്ങളെ കാണിച്ച് ഓരോ ഖബറാളിയോടും ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ. തങ്ങളെങ്ങനെ കാണിച്ചു കൊടുത്ത് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ നിങ്ങൾക്കറിയോ, പരിചയമുണ്ടോ? അപ്പോൾ തങ്ങളെ സ്നേഹിച്ച തങ്ങളെ മുഹിബ്ബ് ആദരവോടെ താഴ്മയോടെ വലിയ ആവേശത്തോടെ മലായികത്തിന് മറുപടി കൊടുക്കും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ മറുപടി പറയാൻ റബ്ബേ ഈ സുന്നി മഹല്ലിലെ മഞ്ചിയിലെ ഈ ശ്രേഷ്ഠമായ മദ്ഹിന്റെ മഹബത്തിന്റെ ഈ മദ്ഹുർ റസൂൽ സമ്മേളനം ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഈ സ്ഥാപനത്തെയും ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെയും നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സംരംഭങ്ങളൊക്കെ നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് 10 മണിയായി. അപ്പോൾ ഇനി എന്താ ഉണ്ട്? ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് ഒരുമിച്ച് കൂടെ നമ്മൾക്ക് എല്ലാവർക്കും മണിക്കൂറോളമുള്ള ഹുബ്ബുർ റസൂൽ പ്രഭാഷണം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞു തന്നു. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അത് കാരണമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ മഹാന്മാരായ സയ്യിദന്മാരെ കൂടെ ആലിമീങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഈ മജ്ലിസ് കാരണമാക്കുമാറാകട്ടെ.
നിങ്ങളെല്ലാവരും 5 വക്തിലെ നിസ്കാരത്തിന്റെ ശേഷം മറ്റുള്ള ദുആയിലെല്ലാം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ആഫിയത്തിന്, നമ്മളെ ഉലമാ സാദാത്തിന്റെ ആഫിയത്തിന് ദ്വാരക്കണമെന്ന് ഈ സമയത്ത് വസിയത്തും കൂടി ആക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത്ര നേരം നമുക്ക് മദർ റസൂൽ പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, സയ്യിദ് തങ്ങൾ ഉസ്താദ് അവറുകളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന്റെ വകയായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മജ്ലിസിന്റെ ഉറമത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി സാലണയിച്ച് ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുന്നു, ആദരിക്കുന്നു. അതേപോലെ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് ഇവിടെ വസ്ത്ര വിതരണമുണ്ട്. അത് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നടക്കുകയാണ്. അതോടുകൂടി ഈ പ്രാവശ്യം ഇവിടെ മുതഅല്ലിമീങ്ങൾക്ക് നമ്മുടെ മുദരിസ് ഉസ്താദ് എക്സാം നടത്തി അതിൽ വിജയിച്ചവർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അതും ഇവിടെ തങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ വിതരണം നടക്കുക, അതിന് പ്രൈസ് നൽകുകയാണ്. അതും ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി, സമയം കൂടുതൽ സംസാരിക്കാൻ നിന്നതല്ല, നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഈ നാട്ടിലേക്ക് വരുമ്പോഴേക്ക് മദ്രസ തുടങ്ങിയപ്പോഴാണ് വന്നിട്ട് ഇവിടെ സ്വലാത്ത് സ്ഥാപിച്ചത്. അതിന്റെ ശേഷം ഈ പള്ളിയായതിന്റെ ശേഷവും വന്ന്, കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷവും വന്ന്, അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മളെ പരിപാടിയിലെത്തി. തങ്ങൾ ഉസ്താദിനോട് പറയാറുള്ളത്, നമ്മൾക്കൊരു ഖുതുബുഗാനിന്റെ നിർബന്ധം ഉണ്ട്. ലക്ഷത്തിന്റെ കിതാബ് ഇവിടെ വന്ന് കിടക്കുന്ന വെക്കാൻ സ്ഥലമില്ല. അപ്പൊ ആ ബിൽഡിങ്ങിൽ കാണുന്ന, ഇതിൽ കാണുന്ന ബിൽഡിങ്ങിൽ അതിനിക്ക് താഴെ ഒരു ഭാഗം അതിനിക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ ഫർണിച്ചർ നടക്കണം. ഇൻഷാ അല്ലാഹ് റജബിൽ അജ്മീർ ആണ്ട് നടക്കുമ്പോഴേക്ക് ഖാജാ പാപ്പ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഉറൂസ് ഇവിടെ നടക്കുമ്പോഴേക്ക് ആയിരക്കണക്കിൽ ജനങ്ങൾ കൂടി നടക്കുന്ന സമയത്ത് ആ പേരിൽ വെച്ച് അത് ഉദ്ഘാടനം കൂടി ആകണമെന്ന് മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്. വന്യറായ ഉസ്താദ്, കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഞങ്ങൾ മിഞ്ഞാന്ന് മീറ്റിംഗിലും ചിന്തിച്ചത് അങ്ങനെയാണ്. ഏതായിട്ട് അതിന്റെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ഒരു 2.5 ലക്ഷത്തോളം ചുരുങ്ങിയത് എനിക്ക് ചെലവുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടി ഇൻഷാ അല്ലാഹ് ഒരു സംഖ്യ ഒരാളോട് നമ്മളെ തങ്ങൾ ഉസ്താദുമായിട്ടും എല്ലാ സാദാത്യങ്ങളും ആലിമീങ്ങളും സ്ഥാപനങ്ങളും സംഘടനകളുമായിട്ടും വലിയ ബന്ധമുള്ള, ഈ സ്ഥാപനമായി സാധുവായ ഞാനും മഞ്ചുസ്താദായിട്ട് വലിയ ബന്ധമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സിംഗാരി ഹാജാർച്ചാനോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ കുറച്ച് ആഫിയത്ത് പരമായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. തങ്ങൾ ഉസ്താദിനോട് ആഫിയത്തിന് വേണ്ടി, ഹൈറിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 25,000 റുപ്യ അയാൾ ഏൽപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ ഉസ്താദ് ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. അതോടുകൂടി നമ്മുടെ പിന്നെ ഓൺലൈനിലൂടെ ഇപ്പൊ മടിക്കേരിൽ നിന്നിട്ട് വിദേശത്തിലോ മറ്റുള്ള എവിടെയുള്ളതെന്നറിയില്ല, ഒരാള് 5,313 റുപ്യ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഫസൽ മീഡിയം മദനി ഉസ്താദ് അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ ഉസ്താദ് വാരണം അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും കുടുംബത്തിന് വേണ്ടിയെന്ന്. നമ്മുടെ സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹിയിൽപ്പെട്ട ഉള്ളാളം ഖാദിർ ഹാജ് തങ്ങൾ ഉസ്താദ് അവിടെ കയറിയ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. ആഫിയത്തില്ലാണ്ട് കിഡ്നിക്ക് തകരാറി ആയിരിക്കുന്നുണ്ട്. ഈ സ്ഥാപനമായിട്ട് വലിയ ബന്ധമാണ്. പക്ഷേ മഴ അല്ലെങ്കിൽ ഞാൻ എത്തട്ടിയായിരുന്നു. തങ്ങൾ ഉസ്താദിനോട് ആഫിയത്തിന് ദ്വാരക്കണമെന്ന് നേരത്തെ പറഞ്ഞ് ഈ പരിപാടിക്ക് നമ്മുടെ സ്ഥാപനക്കൊക്കെയും സഹായിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറച്ചി തന്നവരുണ്ട്, അരി തന്നവരുണ്ട്, സംഭാവന തന്നവരുണ്ട്, അവരവരെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തവരുണ്ട്. അവർക്കെല്ലാം ദ്വാരക്കും. അതേപോലെ ഇവിടെ ഭക്ഷണ മുതഅല്ലിമീങ്ങൾക്ക് ക്യാൻറ്റീൻ ഉണ്ടാക്കിയിട്ടില്ല. വീട്ടുകാരാണ് മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചു കൊടുക്കാറുള്ളത്. അവർക്ക് വേണ്ടിയും തങ്ങൾ ഉസ്താദിന്റെ ദുആയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉസ്താദന്മാർക്കും അവർ ഭക്ഷണം നൽകുന്നുണ്ട്. വരുന്ന സാദാത്യങ്ങൾക്ക്, ആലിമീങ്ങൾക്ക്, ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനിക്ക് പ്രത്യേകിച്ചിട്ടും വന്ന തങ്ങന്മാർക്ക്, ഉസ്താദന്മാർക്ക്, നമ്മുടെ കയ്യൂർ അദ്രഞ്ച ഇവിടെയുണ്ട് വയസ്സുള്ള, അള്ളാഹു തആല ആഫിയത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ മകൻ ദാവൂദാണ് ഭക്ഷണം നൽകിയത്. അങ്ങനെ ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ, ഉസ്താദന്മാർ, ഈ നാട്ടുകാർ, പരിസരത്തുള്ള എല്ലാവരും ഇത്തരം കാര്യത്തിൽ സഹായിക്കാറും സഹകരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനിക്ക് മുമ്പ് ഈ കിതാബ് അതായത് കുതുബുഗാൻ അത് മരിച്ചുപോയ ഉമ്മാക്കോ ബാപ്പാക്കോ അയാത്തുള്ളവർക്ക് ആർക്ക് അത് ചെയ്താലും വലിയ വലിയ പണ്ഡിതന്മാർ വന്നിട്ട് അവിടെ ഇരുന്ന് ആ കിതാബ് മുതാലത്ത് ചെയ്യുമ്പോൾ, ഇവിടെ പഠിക്കുന്ന പണ്ഡിതന്മാർ അത് മുതാലത്ത് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോവാണ്ട് ഖിയാമത്ത് നാൾ വരെ അതിന്റെ ഫള് നിങ്ങൾക്ക് കിട്ടും. ആരെങ്കിലും അതിൽ ഒരു 10,000 ഒരു 25,000 ഒരു 50,000 അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടാ ഒരു തുടക്കാൻ ബഹുമാനപ്പെട്ട സിംഗാരി ചർച്ച തുടക്കം കുറിച്ചിട്ടുണ്ട്. നമുക്ക് അജ്മീർ ആണ്ടിലേക്ക് അത് പൂർത്തിയാക്കണം. തങ്ങൾ ഉസ്താദിന്റെ ഏൽപ്പിച്ചാൽ ഈ മജ്ലിസിൽ ഒന്നാരെങ്കിലും തുടക്കം കുറിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ആരുണ്ട്? ഇൻഷാ അല്ലാഹ്
നമ്മുടെ സക്കരിയ നാർസ 3000 അറിയുന്നുണ്ടല്ലേ? സക്കരിയ നാർസ 3000. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. തങ്ങൾ ഉസ്താദ് അവസാനം ദ്വാരക്കും. ഇത് കലശന് ഇതാക്കുന്നതല്ല, വേറെ ബുദ്ധിമുട്ടിക്കുന്നൊന്നും അല്ല. നമ്മൾ സുന്നിമാല് പ്രത്യേകിച്ചിട്ടും കലശൻ എന്ന് പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടിക്കാരേ ഇല്ല. ഒരാളിലും ഇത്തരം തരണമെന്ന് പറഞ്ഞിട്ട് ഈ ജീവിതത്തിൽ ഇതുവരെ ചെല്ലിട്ടുമില്ല. നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നല്ല ആഖിറത്തിലേക്കുള്ള വലിയൊരു വിഷയമായതുകൊണ്ട് ഈ മജ്ലിസിൽ തോന്നിയതാണ്. അങ്ങനെ വേറെ ആരുണ്ടാ? ഇൻഷാ അല്ലാഹ്. ഏതായിരത്തി 84. നമ്മുടെ പാവം ദിവസേന കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. സ്ഥാപനമായിട്ട് വലിയ ബന്ധം തങ്ങൾമാറായിട്ട്. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നാരുണ്ട്? വേഞ്ചില്ല ലേട്ടാ കണ്ട തങ്ങൾ ഉസ്താദിന് വളരെ ദൂരം പോകുന്നുണ്ട്. ഒരു ബർക്കത്തിന് വേണ്ടി നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞോളി. ആരുണ്ട്? അത് പറഞ്ഞു കൊടക നൗഫൽ. അള്ളാഹു ഖബൂലാക്കട്ടെ. അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ അള്ളാഹു തീർക്കട്ടെ. എന്നാരുണ്ട്? ആരുണ്ട്? നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 5000 ഗജ് 3 അങ്ക് 3 10 അങ്ക് 10 എത്രയുണ്ട്? ആരുണ്ടാ? ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഷീർ ഹാജി കുംബ്ര തങ്ങൾ ഉസ്താദിനെല്ലാം അറിയുന്ന ആൾ തന്നെ ഉണ്ട്. ബഷീർ ഹാജി കുംബ്ര വരന്റെ പണി നടന്നോണ്ട് പെട്ടെന്ന് പൂർത്തിയാകണം. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. 10,000 രൂപ. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഏത് പരിപാടിക്കും ഇവിടെ സ്ഥാപനക്ക് ആയിബാക്കാണ്ട് സഹായിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. മരിച്ചുപോയ ബാപ്പാന്റെ ഖബറിലേക്ക് എന്നും അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഉമ്മ വയസ്സുള്ള ഉമ്മ ആഫിയത്തില്ലാണ്ട് കിടക്കുന്നുണ്ട്. പൂർണ്ണമായ ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. ആര് വേറെ ആര് പറഞ്ഞേ? ആര്? അൽഹംദുലില്ലാഹ് നമ്മുടെ ഇബ്രാഹിച്ച നാർസ എപ്പോഴും തങ്ങൾ ഉസ്താദിനിക്ക് ആ ഭാഗം പോയാൽ ഭക്ഷണം കൊടുക്കുന്ന വീടാണ്. ഇബ്രാഹിച്ച ഇവിടെയുണ്ട്. ഹജ്ജിനെല്ലാം കൊടുത്ത് പാസ്സായിട്ടുണ്ട്. 1000 രൂപയുടെ സംഭാവന നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ ഉപ്പിനങ്കാടി അഷ്റഫ് 1500 രൂപ സംഭാവന ഇവിടെ നൽകിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിന്റെ കുതുബുകാരന് വേണ്ടി. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എല്ലാം ഉസ്താദ് തങ്ങൾ ഉസ്താദ് ദുആർക്കും. എല്ലാവരും പറയുന്നുണ്ട് ബേന്ന് പറഞ്ഞു. നമ്മുടെ ഇതിന്റെ കോശാധികാരി നമ്മുടെ ഷെരീഫ് ഹാജി പരന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാർ. 5000 രൂപ നമ്മുടെ സെക്രട്ടറി അബ്ദുർ റസാഖ് സ്ഥാപനത്തിന്റെ എഴുതുന്നുണ്ടല്ലോ ഇവിടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉണക്ക് ഒരുപാട് കാലം സുരിതയിൽ മഹാനായ ഉസ്താദിലത്ത് പഠിക്കുന്ന കാലത്ത് ഭക്ഷണം തന്ന വീട്ടിന്റെ ചെറുപ്പക്കാരനെ അബ്ദുൽ അസീസ് 500 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങൾ ഉസ്താദിന്റെ മുസാവത്ത് എല്ലാവരും ഉണ്ട്. ആരും എണിക്കല്ല. നമ്മുടെ ഇവിടെ പഠിക്കുന്ന മുതആലിമിന്റെ ബാപ്പ ഉപ്പിനങ്കാടി ഇബ്രാഹിച്ച 500 രൂപ. ആര്? 1313 രൂപ. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവർക്കും തങ്ങൾ ഉസ്താദ് ദുആർക്കും. എന്നാരുള്ള പറയാനും ഇത് കിട്ടുന്ന സമയമാണ്. നമ്മുടെ ഇവിടെ പഠിക്കുന്ന ആഷിഖ് മുതആലിം പരപ്പ് അദ്ദേഹത്തിന്റെ ബാപ്പ സൂരി ഉസ്താദ് 1000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാരുണ്ട്? പെട്ടെന്ന് പറയുമ്പോഴൊക്കെ കിട്ടുന്ന. നാളെ ഈ വേദി കിട്ടൂലല്ലോ. ആരുണ്ട്? നമ്മുടെ ഖാലിദാക്ക നമ്മുടെ സൗദിയിൽ റിയാദിലുള്ള ആളാണ്. അള്ളാഹു തആല കബൂലാക്കട്ടെ. വിദേശത്തുള്ള ആളാണ്. 5000 രൂപ. ഖാലിദാക്ക 5000 രൂപ. നമ്മുടെ അഷ്റഫ് മദനി CH അദ്ദേഹത്തിന്റെ ബാപ്പ സുഖമില്ലാണ്ട് പനിയെല്ലാം വന്ന് പ്രായമുള്ള ആളാണ്. പൂർണ്ണമായ ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. തങ്ങൾ ഉസ്താദ് ദുആർക്കും. നമ്മുടെ അളവിദ്യാർത്ഥി സംഘടനന്റെ അധ്യക്ഷരും കൂടിയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്നാരുണ്ട്? 2000 രൂപ നമ്മുടെ അഷ്റഫ് ഹാജി നാർസ തങ്ങൾ ഉസ്താദുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. 2000 രൂപ ഖുതുബുകാരന് വേണ്ടിയിട്ട്. എന്നാരുണ്ട്? നമ്മുടെ പരപ്പ് മുഹമ്മദ് വലാർ എല്ലാത്തിലും സഹായിക്കും. നേരത്തെ വന്നിട്ട് ഇവിടെ ഉമ്മാക്കും ബാപ്പാക്കും മരിച്ചവർക്ക് ദ്വാരക്കാൻ വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. ഇപ്പോഴും 500 രൂപ നൽകി. അല്ലാഹു കബൂലാക്കട്ടെ. എന്നാരുണ്ട്? ഇത് ഖുതുബാനുള്ളത് വേറല്ല. ആരുണ്ട് ഈ കൂട്ടത്തിൽ? എന്നാരുണ്ട്? 1000 രൂപ നമ്മുടെ ലത്തീഫ് ഉസ്താദ് പഞ്ചിക്കൽ. വരായിരല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്നാരുണ്ട്? 1000 രൂപ നമ്മുടെ ഉപ്പിനങ്കാടി മുറ ഇസ്മായിൽ ഹാജി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അയാൾക്ക് നല്ല ഹൈറായ ജോലിയും കാര്യങ്ങളും അള്ളാഹു നൽകട്ടെ. നമ്മുടെ ദാവൂദാക്ക നമ്മുടെ ഇന്നത്തെ നടത്തുന്ന ജിസ്തിയ കമ്മിറ്റിയുടെ പ്രധാന നേതാവാണ്. 1000 രൂപ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എന്നാരുണ്ട്?
ഇൻഷാ അല്ലാഹ് എപ്പോൾ അത് കിട്ടില്ല. അതിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചാൻസ് കിട്ടൂലല്ലോ. എന്നാരുണ്ടാ 1000 രൂപ. നമ്മുടെ ഇതേ മുത്താലിം ഈ ദർസിൽ പഠിക്കുകയാണ്. മഞ്ഞപ്പിത്തായി മിഞ്ഞാന്ന് കുറേ ദിവസം ഹോസ്പിറ്റൽ മംഗലാരത്തുണ്ടായിരുന്നു. ഇപ്പോൾ തങ്ങൾ ഉസ്താദ് വരുന്ന മജ്ലിസിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ. 1000 രൂപ. വേറെ ആരുണ്ടാ? മൊയ്തീൻച നമ്മുടെ ബെട്രോയിൽ ആഫിയത്തില്ല, കാലിൽ ചെറിയതായിട്ട് ഇരിക്കാൻ കഴിയാഞ്ഞിട്ട് കുർസിൽ ഇരുന്നിട്ടുണ്ട്. 1000 രൂപ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ നാസിർ അബ്ദുൽ നാസിർ സരിത്ത്, ഈ സ്ഥാപനം നമുക്ക് വലിയ എളുപ്പത്തിന്റെ ആളാണ്, നമ്മുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. 3000 രൂപ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എൻ്റെ കാക്ക ഉസ്മാൻ ഹാജി ആഫിയത്തില്ലാണ്ട് കുറേ ദിവസമായി പുരയിലുള്ളത്. ഇപ്പോൾ തങ്ങൾ വരുന്ന ഈ മദ് റസൂൽ പരിപാടിക്ക് ഇവിടെ വന്നിട്ട് ബാക്കിൽ ഇരുന്നിട്ടുണ്ട് ഉസ്മാൻ ഹാജി കണ്ടിക. 1000 രൂപ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എന്നാരുണ്ടാ? ഉണ്ടെങ്കിൽ വേഗം പറയണം, സമയം പോക്കുന്നില്ല. കഴിഞ്ഞ മുത്തലിബ് നമ്മുടെ മാനേജ്മെന്റ് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷർ 1000 രൂപ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. തങ്ങൾ ഉസ്താദ് അത് കുപ്പിന്റെ വെള്ളം ഓരോന്ന് കൊടുക്കാം. എന്നാരുണ്ട്? വേസ്റ്റായിട്ട് പോകുന്ന പൈസ എല്ലാം നല്ലതിലേക്ക് പോട്ടെ. ആരുണ്ടാ? ഇല്ലല്ലേ? ബാക്കിലാരുണ്ടാ? ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ഇബ്രാഹിം ഡ്യൂട്ടിയിലൊന്നുമില്ല, ആഫിയത്തില്ല. 313 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരിച്ചുപോയ ഉമ്മാക്കും ബാപ്പാക്കും ഖബറിലേക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ നാസിർ വേർലകട്ടെ നമ്മുടെ ഖുതുബ്ഖാനിലേക്ക് വേണ്ടിയിട്ട് എപ്പോഴും സ്ഥാപനം കാണാണ്ട് സഹായിച്ച വ്യക്തിയാണ്. ഇപ്പോൾ സ്ഥാപനം കണ്ടതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. 10000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ഫാറൂഖ് മുസ്ലിയാർ മുറ 1000 രൂപ. അള്ളാഹു താല സ്വന്തം വീടുണ്ടാക്കാനുള്ള ഈ സദഖയുടെ അള്ളാഹു നൽകുമാറാകട്ടെ. എന്നാരുണ്ടാ? കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്. പുറത്ത് നിൽക്കുന്നവരെല്ലാം ഉള്ളിലേക്ക് വരെ. തങ്ങൾ ഉസ്താദിന്റെ മുസാഫാത്തും ദുആയും കഴിഞ്ഞ് പോകുമ്പോഴേക്ക് നല്ല ഭക്ഷണത്തിന്റെ കെട്ട് നിങ്ങളെ കൈക്ക് കിട്ടും. തിരക്കാക്കാണ്ട് മുസാഫാത്തിലോ സീറിനിന്റെ അവിടെ തിരക്കാക്കാണ്ട് എല്ലാവരും അത് സ്വീകരിച്ചിട്ടേ പോകണം. നമ്മുടെ ജിസ്തി കമ്മിറ്റി ഭാരവാഹികൾ അതിന് വേണ്ടി എല്ലാം റെഡി ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ നമ്മുടെ സ്ഥാപനത്തിന്റെ നേതാക്കളായ ഷെയ്ഖുന മഞ്ചി ഉസ്താദ് ഉൾപ്പെടെയുള്ള മറ്റ് സുരിബയിൽ നമ്മളെ ഖതീബ് സഖാഫി ഉസ്താദ് അൽഹംദുലില്ലാഹ് നമ്മളെ സ്ഥാപനമായി എനിക്ക് വലിയ എപ്പോഴും ഒരു ജ്യേഷ്ഠൻ ജന പോലെയുള്ള ആളാണ് അദ്ദേഹം. എപ്പോഴും ഇവിടെ പരിപാടിയിൽ എത്താറുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഉസ്താദ്മാർ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ ഇൻഷാ അല്ലാഹ് ആദരിക്കുന്നു. എല്ലാവരും തക്ബീറോട് കൂടി അവിടെ നെഞ്ച് നിന്നിട്ട് പുറത്തേക്ക് ഉള്ളവരെല്ലാം ഉള്ളിലേക്ക് വരും. ഇങ്ങോട്ട് വരണ്ട ഇപ്പായിരുന്നു അവിടെ ആദരിക്കുന്നുണ്ട്. അതിന്റെ ശേഷം മുതആലിമീങ്ങൾക്ക് തങ്ങളെ കയ്യിൽ നിന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ ഷരീഫ് ഹാജി മോന്തിമാ റാജറല്ലേ അവിടെ ഇൻഷാ അല്ലാഹ് ബിബറകത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله الله أكبر الله أكبر ولله الحمد. നെമോണ്ട് നമ്മുടെ ആദ്യമായി സ്ഥാപനത്തിലേക്ക് എത്തിയ നമ്മുടെ ധാരളട്ട നാസിർ തങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ നിന്നിട്ട് നെമോണ്ട് എടുക്കണം. നെമോണ്ട് കൊണ്ട് ആദരിക്കും. നാസിർ വരി നാസിർ. ഉമ്മ മരിച്ചുപോയി, പാപ്പ സുഖമില്ലാണ്ട് സ്ഥാപനം കാണാണ്ട് സഹായിച്ച് ആദ്യം വന്നത്. എവിടെ നമ്മുടെ KSRTC ഇസ്മായിൽ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമായിട്ട് വലിയ ബന്ധമുള്ളതാണ്. അദ്ദേഹവും ഇവിടെ വരാണ്ട് കാലം കുറേയായി. അദ്ദേഹത്തിന് തങ്ങൾ ഉസ്താദ് ഇൻഷാ അല്ലാഹ് മുതആലിമീങ്ങൾ ഇവിടുന്ന് തങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ നിന്നിട്ട് ഇതെടുക്കണം. ആദ്യം ഇവിടെ എക്സാം നടന്ന മുസമ്മിൽ മുറ 1ാം സ്ഥാനം,
റൌഫ് മഞ്ചി 2ാം സ്ഥാനം, ഷാഹിദ് മഞ്ചി 3ാം സ്ഥാനം. അടുത്ത 2ാമത്തെ ബാച്ച് 1ാം സ്ഥാനം സഅദ് അമ്മമ്പലം. സഅദ് 2ാം സ്ഥാനം ഹാഫിള് ഉപ്പള്ളി. 3ാമത്തെ ബാച്ച് 1ാം സ്ഥാനം സയ്യിദ് പരപ്പു. 2ാം സ്ഥാനം ഫാരിഷ് ഉജിരൻ. 3ാം സ്ഥാനം അമാൻ സാലത്തൂർ. ഇൻഷാ അല്ലാഹ് ആ വസ്ത്രം കുറച്ച് വസ്ത്രം എല്ലാ വർഷവും മുതഅല്ലിമീങ്ങൾക്ക് ഇവിടെ നൽകാറുണ്ട്. അപ്പൊ ഇവിടെ താമസിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രവും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ വരുമാനം ഒന്നുമില്ല. നിങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ സഹായമാണ്. നമ്മുടെ മോന്തിമാർ ആചാർച്ച ഇങ്ങ് വരി, അങ്ങനെ നിന്നെങ്കിലാവില്ല സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇപ്പുറം വരി. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദിന്റെ അടുത്ത് വരി. സ്ഥാപനമായിട്ട് എപ്പോഴും അടുപ്പുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരണം. അങ്ങനെ ഒരുപാട് ആൾക്കാർ അത് കൊടുക്കും. മുതഅല്ലിമീൻ ഓരോരുത്തരും വരി, പെട്ടെന്ന് പേര് വിളിക്കണ്ട, ഓരോരുത്തർ എണിച്ച് വന്നാലേ അങ്ങനെ തർത്തീബിൽ വേഗം വരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ധാരാളം കഷ്ടപ്പെടുകയും അധ്വാനിക്കുന്നവരും ദേശത്തും വിദേശത്തിലുണ്ട്. അതേപോലെ മുതഅല്ലിമീങ്ങൾക്ക് ഉസ്താദന്മാർക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്നിന്റെ ആവശ്യത്തിനൊക്കെ സഹായിക്കുന്നവരുണ്ട്. ഇവിടുത്തെ മദ്രസ മാനേജ്മെന്റ്, ഇവിടുത്തെ ജിസ്തിയ മാനേജ്മെന്റ്, അതേപോലെ മൈൻ കമ്മിറ്റി ഭാരവാഹികൾ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒരുപാട് ആൾക്കാർ ഏതെല്ലാം വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ തങ്ങൾ ഉസ്താദിനോട് ഈ മജ്ലിസിൽ ദുആ ഇറക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മോന്തിമാർ ഹാജാർച്ച ഉൾപ്പെടെയുള്ള ബഷീർ ഹാജാർച്ച ഉൾപ്പെടെയുള്ള ഷെരീഫ് ഹാജി, അങ്ങനെ തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികളെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. എല്ലാവരും നിങ്ങൾ ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് ദുആ ഇറക്കുന്ന സമയത്ത് ആമീൻ എന്ന് പറയണം. ഉമ്മമാർ ഒരുപാട് സങ്കടം പറഞ്ഞവരുണ്ട്. ഫോൺ വിളിച്ച് തങ്ങൾ ഉസ്താദ് വരുന്നല്ലേ ദുആ ഇറക്കണം എന്ന് പറഞ്ഞവരുണ്ട്. വിദേശത്തിൽ പലവരെയും ഫോൺ വന്നിട്ടുണ്ട് ഉസ്താദിനോട്, തങ്ങൾ ഉസ്താദിനോട് ദുആ ഇറക്കണം പറയാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ഇറക്കും. ദുആന്റെ ശേഷം നിങ്ങളൊക്കെ മുശാഫഹത്ത് ചെയ്ത് തബറുക്ക് എടുത്ത് ഇൻഷാ അല്ലാഹ് പിരിയണമെന്ന് കൂടി അറിയിക്കും. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. എല്ലാവരും ഈ മഞ്ചിയിലെ മഞ്ചിയിൽ തന്നെയല്ല അങ്ങോട്ട് പറയാ, കയ്യൂർ, നമ്മുടെ മഞ്ചി കയ്യൂർ ഈ സുന്നി മഹൽ സ്ഥാപനവുമായി നേരത്തെ അവർ പറഞ്ഞല്ലോ, അതുപോലെ എല്ലാവരും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ നൽകണം. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. നേരത്തെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ക്യാൻറ്റീനിലല്ലാതെ വീടുകളിലാണ് ഈ നാട്ടിലെ ഉപ്പമാരും ഉമ്മമാരും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത്. സ്വന്തം മക്കളെ പോലെ വീടുകളിൽ ഭക്ഷണം റെഡിയാക്കി മുതഅല്ലിമുകൾക്ക് നൽകുന്ന ഈ പ്രിയപ്പെട്ട നാട്ടിലെ ഓരോ വീട്ടുകാർക്കും അള്ളാഹു നീ ഖൈറാത്ത് ബറക്കാത്ത്, ഉമ്മമാർക്കും ഉപ്പമാർക്കും വീട്ടുകാർക്കും നീ സന്തോഷം നൽകണം. അള്ളാഹ് ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി കൊടുക്കണം. അള്ളാഹ് എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണം. അള്ളാഹ് അതുപോലെ നമ്മുടെ കുത്തുബുഖാന അതിൻ്റെ ഈ ആവശ്യത്തിലേക്ക്, അതിപ്പോൾ എൻ്റെ അൽമാറിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ ആവശ്യമായ സഹായങ്ങൾ നിങ്ങൾ നൽകി എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിച്ച് റജബ് ആകുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായി നടത്തണം. അപ്പോൾ നിങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി എല്ലാ നിലയിലും സഹകരിച്ച് ഇതിൻ്റെ ഭാരവാഹികളെ കൂടെ എപ്പോഴും നിങ്ങൾ ഉണ്ടാകണം. സിംഗാരി ഹാജി 25,000 രൂപയാണ് നേരത്തെ പറഞ്ഞത്. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെയുള്ള കൂടിയ മുഴുവൻ ആളുകൾക്കും എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ അഷ്റഫ് ഹാജിൻ്റെ ഉമ്മാക്ക് സുഖമല്ല, റബ്ബേ നീ ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. അപ്പം എന്നാലും ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങ് വരുന്നത് അങ്ങ് പൂർത്തിയാക്കാം അല്ലേ? എന്താ പറയുന്നത്? വേറെ എന്തെങ്കിലും ഉണ്ടോ?
ദുആന്റെ ശേഷം എല്ലാവരും മുസാഫഹത്ത് ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ സ്വതക്ക ഈ മജ്‌ലിസിന് ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ തരണം. എനിക്കും സമയം വളരെ വൈകിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇവിടെ അങ്ങോട്ട് നമ്മളെ ഈ ലൈവിൻ്റെ മദനി ഫസൽ മീഡിയ അങ്ങനെ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. സൗണ്ടിൻ്റെ ആളും മഞ്ചി സൗണ്ട്സ് അള്ളാഹു അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. മക്കളെ കുറച്ചിങ്ങോട്ട് മാറിന്നോളിട്ടാ. എന്നാ സ്വലാത്ത് പറഞ്ഞോളി. അല്ലാഹുമ്മ സ്വല്ലി അലാ നമ്മളെ മഞ്ചി ഉസ്താദിൻ്റെ അനുജനും നമ്മളെ വയർ സ്വലാത്തിൽ സ്ഥിരം വരുന്ന ആളാണ്. അവരും കുടുംബമൊക്കെ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നമ്മളെ ഇവരെ പറഞ്ഞല്ലോ, നമ്മളെ അവിടുത്തെ ഖത്തീബ് ഉസ്താദ് അല്ലേ, നമ്മളെ ഇവരെല്ലാം ഇപ്പോൾ സുങ്കത കെട്ടപ്പെടല്ലേ ഒന്നുകാരെ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ സമ്മേളിച്ചവരുണ്ടോ നീ അത് പൂർത്തീകരിക്കണം റഹ്മാനെ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. മൗത്തായവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 സുബഹിക്ക് മുമ്പ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച ആ വഖത്തിലായി ഒക്കെ സുബഹിക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന സുബഹി വാങ്കോടുകൂടെ അവസാനിക്കുന്ന ജൽസ മീലാദ് ബായാറിൽ വെച്ച് റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച പുലർച്ചെ നടക്കുകയാണ്. സൗകര്യപ്പെടുന്നവർ വരിക. ബായാർ സ്വലാത്ത് സെപ്റ്റംബർ 19 തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ബായാർ സ്വലാത്തിന് വരുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ബറകാത്തുകൾ അള്ളാഹു ഏറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سهيلتنا وأنت وسيلتنا. أعطنا انظرنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك
راعبين في فضلك راجين من رحمتك متوسلين بجميع من عظمت إليك يا ربنا ശ്രേഷ്ഠമായ റബീഉൽ അവ്വലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി ഈ സുന്നി മഹൽ മസ്ജിദിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ ഖബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. അർഹമർ റഹീമായ അല്ലാഹ്, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാന്. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് അബോധാവസ്ഥയിൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഈ മജ്ലിസിൽ സമ്മേളിച്ച സർവരിലും ഈ സ്ഥാപനത്തിലും ഖൈറാത്ത് ബറകാത്ത് ഏറ്റിത്തരണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. അല്ലാഹ് സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മാത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹ്റോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ഈ മജ്ലിസിൽ ബാത്തുലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാഹ്. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാഹ്. സാഹിരീങ്ങൾ, ഹാസിദീങ്ങൾ, വാലിമീങ്ങൾ, കുഫാരീങ്ങൾ, ഫത്താനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുതകബ്ബിരീങ്ങൾ, മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ.
ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സൂര്യ സഖാഫിയുടെ ജ്യേഷ്ഠ സഹോദരൻ അബൂബക്കർ മദനി ഉസ്താദിന്റെ 1ാമത്തെ ആണ്ടാണ് അടുത്ത ബുധനാഴ്ച. അർഹമുർ റഹീമായ അല്ലാഹ്, അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ മഹാനവറുകളുടെ ഉറൂസിന്റെ മാസമാണ് റബീഉൽ അവ്വൽ മാസം. അല്ലാഹ് അവരുൾപ്പെടെ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ പണി, മസ്ജിദ്, ബിൽഡിംഗ്, സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തീകരിക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ളത്തിലും മനാമിലും പലതവണ തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരമേറ്റി തരണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മാത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോട് തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ റബ്ബേ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. യാ റബ്ബനാ അൻത മൗലാനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും പെട്ടെന്ന് സ്വതക്കം എന്നിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. തങ്ങളെ കൈമുത്ത കൈ കൊടുത്ത ട്രെയിനിന് ടൈം ആയിട്ട് വേഗം കൊടുക്കും, സ്പീഡാക്കും. അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم ചൊല്ലാമോ പൂജന്നത്തിൽ ഉയർന്നു തളിർത്ത പൂവിൻ കൗതുകമാം വർണ്ണം പൂവിൻ കൗതുകമാം വർണ്ണം ചില്ലിക്കൂട്ടിലെ രാജാത്തികളെ കുഞ്ചി നടക്കും തൂറികളെ എന്നാകത്തിൽ പാറി നടക്കും കുഞ്ഞി കിളികളുടെ വർണ്ണം കിളികളുടെ വർണ്ണം മാനത്തിനപ്പുറലോകത്ത് മലക്കുകൾ പാർക്കും ജന്നത്ത് മാനത്തിനപ്പുറലോകത്ത് മലക്കുകൾ പാർക്കും ജന്നത്ത് സ്വർണ്ണക്കട്ടിലിൽ ആടി രസിക്കും കൗതുകമായ ലോകത്ത് വർണ്ണപ്പൂക്കൾ അനവധി വിരിയും നിസ്തുല്യമാം ജന്നത്ത് കർണപുടങ്ങൾ സ്വരരാഗത്താൽ പുളകമണിയും നേരത്ത് കർണപുടങ്ങൾ സ്വരരാഗത്താൽ പുളകമണിയും നേരത്ത് പനിനീർ പൂവിലെ ഗന്ധം വിതറും പൊൻഹൂറികളെ ചൊല്ലാമോ പൂജന്നത്തിൽ ഉയർന്നു തളിർത്ത പൂവിൻ കൗതുകമാം വർണ്ണം പൂവിൻ കൗതുകമാം വർണ്ണം ചില്ലിൻ കൂട്ടിലെ രാജാത്തികളായി കൊഞ്ചി നടക്കും ഹൂറികളെ ജന്നാകത്തിൽ പാറി നടക്കും കുഞ്ഞി കിളികളുടെ വർണ്ണം കുഞ്ഞി കിളികളുടെ വർണ്ണം മണ്ണിമക്കത്തണയുവൻ കൊതിയേറി എന്റെ മദനപ്പുവിരിയുവൻ വിധി തേടി കഅബത്തവാഫിന് മനമോദി മുത്തുമണി ത്വഹറൗലക്കും വിധി തേടി മണ്ണിമക്കത്തണയുവൻ കൊതിയേറി എന്റെ മദനപ്പുവിരിയുവൻ വിധി തേടി കഅബത്തവാഫിന് മനമോദി മുത്തുമണി ത്വഹറൗലക്കും വിധി തേടി അറഫയും മിനാ സംസം കിണർ കാണാൻ നല്ല മസ്ജിദുൽ ഹറമിലും സുജൂദാവാൻ ഹജറുൽ അസ്വദൊന്ന് മുത്തിടുവാൻ പുണ്യനമിറയും ജബൽ നൂറും കണ്ടിടുവാൻ എമിറയും ജബൽ നൂറും കണ്ടിടുവാൻ മണ്ണിമക്കത്തണയുവൻ കൊതിയേറി എന്റെ മദനപ്പുവിരിയുവൻ വിധി തേടി കഅബത്തവാഫിന്